ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുകയാണ്. ആലപ്പുഴ നമുക്കറിയാം, ഈ മലയോര ജില്ലകളിൽ നിന്നുള്ള വെള്ളം, കിഴക്കൻ വെള്ളം ഇറങ്ങി പിന്നീട് എത്തുന്നത് കുട്ടനാട്ടിലേക്കാണ്, ആലപ്പുഴയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റു ജില്ലകളിലെ മഴ കൂടി ബാധിക്കുന്ന പ്രദേശം കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. എന്താണ് സാഹചര്യമെന്ന് പരിശോധിക്കാം. ഷാജി, ഗുഡ് മോർണിംഗ്. മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണല്ലോ. ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഏറ്റവും തെളിഞ്ഞ കാലാവസ്ഥ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ആലപ്പുഴയിലാണ്. ഇന്നലെ മഴയുണ്ടായിരുന്നോ? കുട്ടനാട്ടിലെ സ്ഥിതി എന്താണ്? മനു, ആലപ്പുഴ പൊതുവെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എന്ന് കരുതി പൂർണ്ണമായിട്ടും തെളിഞ്ഞ ഒരു കാലാവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ പുറയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഏതാണ്ട് മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മനു സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് നേരിയ തോതിൽ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉയർന്നിട്ടുണ്ട്. അത് താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിലൊന്നും കാര്യമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഇനി കിഴക്ക് നിന്ന് മലയോര മേഖലയിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിൽ ഏതെങ്കിലും ജലനിരപ്പ് ഉയർന്ന പ്രശ്നങ്ങളുണ്ട്. അതിനും പ്രതിവിധി ഉണ്ടായിട്ടുണ്ട്. കാര്യം, വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനമൊക്കെ തന്നെ, മുൻകരുതലൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അതിൻ്റെ പരിശോധനകളൊക്കെ തന്നെ, വിലയിരുത്തലുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ തീരദേശ മേഖലയിലൊക്കെ തന്നെ നടന്നു. പക്ഷേ എന്നാലും ഈ കാലവർഷക്കെടുതിയിൽ ഏതാണ്ട് 7 വീടുകൾ തകർന്നതായിട്ടാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇന്നലെ കിട്ടുന്ന റിപ്പോർട്ട്. അതിൽ 6 വീടുകൾ ഭാഗികമായിട്ടും 1 വീട് പൂർണ്ണമായിട്ടും തകർന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തകഴിക്ക് സമീപം കുന്നുമ്മയിലെ ഒരു വീട് തകർന്നു വീഴുകയും അതിലുണ്ടായിരുന്ന 8 പേർക്ക്, 2 കുട്ടികളടക്കം 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരുടെയൊന്നും നില ഗുരുതരമല്ല. ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. വീട് പൂർണ്ണമായിട്ടും തകർന്നു. ഇത്തരത്തിൽ കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകൾ അല്ലെങ്കിൽ പഴക്കം ചെന്ന വീടുകളൊക്കെ തന്നെ ചില കേടുപാടുകളും അല്ലെങ്കിൽ അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത്, ആറാട്ടുപുഴ പഞ്ചായത്തിൻ്റെ തീരപ്രദേശത്ത് കടലാക്രമണം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വളരെ തീരവുമായി ചേർന്ന് കുറേയധികം വീടുകളുണ്ട്. നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. 2 വീടുകൾ ഏതാണ്ട് ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ കാലവർഷം കണക്കുന്നതോടുകൂടി തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളും അതോടൊപ്പം തന്നെ അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ജില്ലാ ഭരണകൂടം എൻ്റെ വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയ ദുരന്ത നിവാരണ സേനയടക്കം ഏത് നിമിഷവും ആലപ്പുഴയിൽ വരുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അതിനുള്ള രൂപരേഖയൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മനോ, ഷാജി, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവാണ്. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എത്തുമ്പോൾ കുട്ടനാട്ടിൽ സ്വാഭാവികമായും അറിയാമല്ലോ, ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, സ്വീകരിച്ചു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ മലയോര മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടായിരിക്കും കുട്ടനാടൻ മേഖലയിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുക. പമ്പ, അച്ചൻകോവിൽ ആറുകളിലൂടെയാണ് അത് പടിഞ്ഞാറേക്ക് ഒഴുകി എത്തുന്നത്. പക്ഷേ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ, പ്രളയത്തിന് മുമ്പായിരുന്നെങ്കിൽ അതൊക്കെ കുട്ടനാട്ടിൽ വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്ധകാരണി വഴിയും തോട്ടപ്പള്ളി വഴിയും കായംകുളം വഴിയുമൊക്കെ തന്നെ സ്പിൽവേകളൊക്കെ തന്നെ ഓപ്പൺ ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്ക കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴില്ല. താഴ്ന്ന പ്രദേശങ്ങൾ, ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ളൊരു ജീവിത സാഹചര്യം തന്നെയാണ് കുട്ടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക ക്യാമ്പുകൾ, കുട്ടനാട്ടിലൊക്കെ തന്നെ ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുമുണ്ട്. മനു.